നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ബോറിം പാലത്തിലെ അറ്റകുറ്റപ്പണി ഗതാഗതം വഴിതിരിച്ചുവിടാൻ പദ്ധതി. ബോറിം പാലത്തിന്റെ ശക്തിപ്പെടുത്തലിനും പുനർനിർമ്മാണത്തിനുമായി സെപ്റ്റംബർ 10 മുതൽ ഗതാഗതം വഴിതിരിച്ചുവിടാൻ തീരുമാനം. സൗത്ത് അഡീഷണൽ കളക്ടർ അധ്യക്ഷനായ യോഗത്തിൽ ഈ തീരുമാനമെടുത്തു. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഗതാഗതം താൽക്കാലികമായി നിയന്ത്രിക്കും. ഇതിന്റെ ഭാഗമായി വാഹനങ്ങൾക്ക് മറ്റു വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. യോഗത്തിൽ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ്, പ്രാദേശിക ഭരണകൂടം എന്നിവർ പങ്കെടുത്തു. പനാജി ജെട്ടിയിൽ പ്രവർത്തിക്കാതെ കിടന്ന ക്രൂയിസ് ബോട്ട് മുങ്ങി. പനാജി ജെട്ടിയിൽ വെറുതെ കിടന്നിരുന്ന ഫ്രീ സ്പിരിറ്റ് എന്ന ക്രൂയിസ് ബോട്ട് കനത്ത മഴയെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ മുങ്ങി. ഉടമസ്ഥ മാറ്റം പൂർത്തിയാകാതിരുന്ന ബോട്ടിന്റെ സർവേ സർട്ടിഫിക്കറ്റും കാലഹരണപ്പെട്ടിരുന്നു. ഇന്ധന ചോർച്ചയില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് പോർട്സ് ക്യാപ്റ്റൻ ഒക്ടാവിയോ റോഡ്രിഗേസ് പറഞ്ഞു. പുതിയ ഉടമയായ സ്മിത്ത് ഓഷ്യൻ നിർമ്മിച്ച സാൽവേജ് കമ്പനി ബോട്ട് കരയിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഉടമയുടെ ചെലവിൽ നടക്കുന്ന ഈ ജോലിക്ക് ശേഷം ബോട്ടിന്റെ അവസ്ഥ പരിശോധിക്കും. ഗോവയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നാളികേര പദ്ധതി ഉയർന്ന വിപണി വില നേരിടുന്നു. ഗോവയിൽ നാളികേരത്തിന്റെ ഉയർന്ന വില നിയന്ത്രിക്കാൻ സർക്കാർ നോ പ്രോഫിറ്റ് നോ ലോസ് പദ്ധതി നടപ്പാക്കുന്നു. ചെറിയ നാളികേരത്തിന് 45 രൂപയും വലിയവയ്ക്ക് 50 മുതൽ 55 രൂപയുമാണ് ഇപ്പോഴത്തെ വില. 1200 ഹോർട്ടിക്കൾച്ചർ ഔട്ട്ലെറ്റുകളിൽ ഈ പദ്ധതിക്ക് മികച്ച പ്രതികരണം ലഭിച്ചു. ഗണേശ് ചതുർത്ഥി കാലത്ത് 1 ലക്ഷം നാളികേരം എത്തിക്കാനാണ് ലക്ഷ്യം. 11 ദിവസത്തിന് ശേഷം പദ്ധതി തുടരണോ എന്ന് അവലോകനം ചെയ്യും. വിപണി വില സ്ഥിരത കൈവരിച്ചാൽ ഔട്ട്ലെറ്റുകൾക്ക് മാത്രമായി സ്റ്റോക്ക് പരിമിതപ്പെടുത്തും. ക്രമരഹിതമായ കാലാവസ്ഥ കാരണം നാളികേര ഉൽപ്പാദനം കുറഞ്ഞതാണ് വില വർധനവിന് കാരണമെന്ന് ഗോവ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷൻ അറിയിച്ചു. ഗോവയിലെ മലയാളി സമൂഹം ഫാക്മയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 24 ഓണം 2025 ആഘോഷിക്കും. ഫെഡറേഷൻ ഓഫ് ഓൾ ഗോവ മലയാളി അസോസിയേഷൻസ് ഫാക്മയുടെ ആഭിമുഖ്യത്തിൽ ഓണം 2025 സാംഗ്ലി രവീന്ദ്ര ഭവനിൽ വർണ്ണാഭമായി ആഘോഷിക്കുന്നു. ഫാക്മ പ്രസിഡന്റ് വാസു നായർ, ജനറൽ സെക്രട്ടറി ഇ മനോജ്, ട്രഷറർ പ്രസാദ് വി എന്നിവർ എല്ലാ മലയാളികളെയും കുടുംബസമേതം ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഗോവയിലെ മലയാളി സംഘടനകളുടെ ശക്തമായ കൂട്ടായ്മയാണ് ഫാക്മ. അംഗ സംഘടനകളിൽ കേരള സമാജം, കേരള കൾച്ചറൽ അസോസിയേഷൻ, കേരള സംഗമം, GMCA, കേരള കലാകേന്ദ്രം, കൽപ്പക, കൈരളി, പക്ക എന്നിങ്ങനെ 13 സംഘടനകൾ കൂടുന്നതാണ് ഫാക്മ. പൂക്കള മത്സരം, സാംസ്കാരിക സമ്മേളനം, കിടിലം കലാപരിപാടികൾ, ഓണസദ്യ എന്നിവയെല്ലാമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ CM പ്രമോദ് സാവന്ത് മുഖ്യാതിഥിയും പ്രമോദ് പയ്യന്നൂർ വിശിഷ്ട അതിഥിയുമായിരിക്കും. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.